നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലൊന്നുമല്ല. അതായത് ഒന്ന് പ്രണയിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാണണമെങ്കിലോ അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിലോ ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്. നമുക്ക് മാട്രിമോണി ഉണ്ട്, നമുക്ക് ബമ്പിളുണ്ട്, മറ്റേ ടിൻഡറുണ്ട്, ആപ്പുകളുണ്ട്, ആപ്പ് വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കാണാനും എടുക്കാനും. ഇന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഫോണുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാസ്റ്റാണ് കാര്യങ്ങളൊക്കെ. പണ്ട് എങ്ങനെയായിരുന്നു പരിപാടിയൊക്കെ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? എന്തെങ്കിലും ഒരു ഓർമ്മകളായിട്ട്? വീട്ടിലെ കാര്യം തന്നെ, എൻ്റെ വീട്ടിലെ കാര്യം തന്നെ പറയാം. അതെ. അപ്പോൾ എനിക്കൊരു ചേച്ചിയുണ്ട്, 76 വയസ്സുണ്ട്. ശരി. അമ്മാമ്മയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം ഒരു 18ാമത്തെ വയസ്സിൽ അമ്മാമ്മയെ കല്യാണം കഴിപ്പിച്ചു. 17 വയസ്സ് അങ്ങോട്ട് ആയി. അപ്പോഴേ അതിൻ്റെ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അമ്മാമ്മയ്ക്ക് നല്ല നീളമുണ്ട്. അപ്പോൾ സാറിനെക്കാട്ടിലും നീളമുണ്ടെന്ന ഒരു തോന്നൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം പറഞ്ഞില്ല, ആൻസർ പറഞ്ഞില്ല. അപ്പം സാറ് പറഞ്ഞു, ലീലാമ്മ ചെന്ന് അപ്പച്ചൻ്റെ അടുത്ത് പറയാൻ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്, ഞാൻ സ്കൂളിൽ പോകുന്നില്ലെന്ന് പറയാൻ പറഞ്ഞു. പിറ്റേന്ന് മുതൽ സ്കൂളിൽ പോയിട്ടുമില്ല. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ പോയിട്ടുമില്ല. അന്നെന്ന് പറയുന്നത് ചെറുക്കൻ വരുമ്പം കാപ്പി കൊണ്ട് കൊടുക്കുക, ചായ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക, അങ്ങനെ ആ പെണ്ണിനെ ഒന്ന് കാണുന്നത്. ഇതായി 1-2 കല്യാണക്കാർ വന്നപ്പോൾ അമ്മാമ്മ പിന്നെ ചായ എന്താണ്ട് ഇട്ട് കൊടുത്തപ്പോൾ അമ്മ കൊണ്ട് കൊടുത്തില്ല. പിന്നെ ഒരു കല്യാണക്കാർ വന്നപ്പം അമ്മാമ്മ ഓടി ഞങ്ങളുടെ പടിഞ്ഞാറശ്ശേരി റബ്ബറും തോട്ടത്തിൽ പോയിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് വിളിച്ച്, മക്കളെ ഇങ്ങോട്ട് വാതൊന്ന് കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇപ്പം ഞാൻ വരുന്നില്ല, അമ്മ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നു. അമ്മാച്ചൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ്റെ കടയിൽ രാവിലെ വന്ന പെണ്ണേതാ? അന്നേരം പറഞ്ഞ എൻ്റെ ശേഷക്കാരിയാണ്. അതിനിപ്പോൾ കല്യാണം കഴിപ്പിക്കുമോ? നീ എന്തോ ഇങ്ങനെ നിൽക്കുന്നേ, ഒരു കയ്യിൽ കൊടുത്തുകൊണ്ട് നിൽക്കുന്നേ, നീ ഈ മുണ്ട് അങ്ങോട്ട് എടുത്ത് കൊടുക്ക് എന്ന് പറഞ്ഞ് അമ്മാവി ഇച്ചിരി ഒരു അമ്മാവ ഇതൊന്നും കണക്കാക്കുന്നില്ല. അമ്മാമ വേഷം മാറിയിട്ട് പറയും, ഒരു കുടം എടുത്തോട്ട് താഴേശത്തൊരു കുളമുണ്ട്, കുളത്തിൽ പോയി വെള്ളം മുക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മാമ പോയി വെള്ളം മുക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ 2 ആണുങ്ങൾ വരുന്നു. അപ്പോഴും അമ്മാമിക്ക് ഒന്നും തോന്നിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേന് അമ്മാവി ചായ ഇട്ടു കൊടുത്ത് പറഞ്ഞ്, എടി ഇതങ്ങോട്ടൊന്ന് കൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അമ്മാവ പോവിയല്ല. അപ്പോൾ അമ്മാവി ഇങ്ങോട്ട് വന്ന് എന്തോയിരുന്നു, ആ മുറിക്കകത്തോട്ട് തെള്ളി അങ്ങിട്ട്, വീഴാനല്ല, തെള്ളി അങ്ങോട്ട് ആ മുറിക്കകത്തോട്ടാക്കി. അമ്മാവി അരക്കഥമായിരുന്നു, താഴത്തെ കുറ്റി അങ്ങിട്ട് ചമ്മാവി വാതുക്കെ നിൽക്കുക. അങ്ങനെയായിരുന്നു ആ പെണ്ണ് കാണൽ ചടങ്ങ് അന്നത്തെ കാലത്തെ. അങ്ങനെയായിരുന്നു പല വീടുകളിലും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ തന്നെ.